ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഒരു 2 ടയർ കേക്കിൻ്റെ വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ടയർ കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്ന സമയത്ത് 2 kg അളവിലുള്ള 2 ടയർ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കേക്കിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് അതൊക്കെ ആദ്യം ഒന്ന് കൊണ്ടോ ടോപ്പിൽ എടുത്ത് വെക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യല്. എന്നിട്ട് ആവശ്യമുള്ളതും എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ സ്റ്റാൻഡ് ബീറ്ററും എടുത്തിട്ടുണ്ട്. ഇതിലെനിക്കൊരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട്. അത് വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അബദ്ധം പറ്റിയതെന്ന്. രണ്ടാമത്തെ ഒരു പണിയായി പോയിട്ടുണ്ടായിരുന്നു അബദ്ധം കാരണം. അപ്പോൾ ഞാനിവിടെ 2 kg അളവിലുള്ള കേക്കാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാനിവിടെ 2.5 kg അളവിലുള്ള കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 10 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് കേക്ക് സിക്കിൾ, അതുപോലെ കേക്ക് പോപ്സ്, അതുപോലെ കപ്പ് കേക്ക് എല്ലാം 4 എണ്ണം വീതം അതും വേണം. അപ്പോൾ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് ഞാൻ 2.5 kg അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ 10 മുട്ടയും ഈ ഒരു ബൗളിലേക്ക്, സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 2.5 kgയുടെ കേക്ക് ബേസിക് സ്പോഞ്ച് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2.5 ടീസ്പൂണ് വാനില എസൻസ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര സ്റ്റാൻഡ് ബീറ്റർ ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നോർമൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടവിട്ടിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ 2.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാതെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 കപ്പ് തന്നെ മതി, അത്രയും മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ സാധാരണയൊക്കെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇത് പ്രത്യേകം എന്താ പറയുക വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക, അതുപോലെ ബേക്കിംഗ് സെറ്റ് ചെയ്തെടുക്കുക ഒക്കെ ചെയ്യാറ്. പക്ഷേ ഇത് സ്റ്റാൻഡ് വീറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ആദ്യം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സ്റ്റാൻഡ് വീറ്റിൽ ആ മുട്ട ഫ്ലഫി ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടാകുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് അതാണ്. അത് ചെയ്യുന്ന സമയം നമുക്ക് ഇതിൻ്റെ ടൈം ലാഭിക്കാം. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൈ വെച്ചിങ്ങനെ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡ് ഹീറ്റർ ഉണ്ടാകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്തിരുന്നത് ആദ്യം ബേക്കിംഗ് മോൾഡ് സെറ്റ് ചെയ്തെടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കും, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ 3 ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 3 അല്ല കേട്ടോ, 4 എണ്ണം വേണം. ഒന്ന് നമുക്ക് കേക്ക് സിക്കിളിനും പോപ്സിനും വേണ്ടിയിട്ടുള്ളതും വേണം. അപ്പോൾ ഞാൻ ആദ്യം 3 എണ്ണം ഒന്ന് ക്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡും 6 ഇഞ്ചിൻ്റെ 2 മോൾഡും അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ 2 മോൾഡിലുമായിട്ട് ബാറ്റർ അങ്ങനെ 2 kgയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടെടുക്കുകയാണ്. അതിനുശേഷം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഈ സ്റ്റാൻഡ് ബീറ്ററിൽ മാക്സിമം 10 മുട്ടയാട്ടോ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 10 മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പിന്നെ അതിലിട്ട് ബീറ്റ് ചെയ്യുന്നതിലേറെ നല്ലത് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നല്ലത്. അതിൽ ചെയ്യുമ്പോഴേക്കോ അത് നന്നായിട്ട് പൊങ്ങി മേലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേറെ നല്ലത് നമുക്ക് സ്റ്റാൻഡ് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ കേട്ടോ നല്ലത്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ ഒരു മോൾഡും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ കേക്ക് സിക്കിളിനും കേക്ക് പോപ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് മതി, കുറേയൊന്നും വേണ്ട. അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അത് കട്ട കുത്തൊക്കെ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഒരു 4 കപ്പ് കേക്കും വേണം കേട്ടോ. അതിനെല്ലാം കൂടി ഉള്ളൊരു ബാറ്ററാണിത്. അപ്പോൾ അതാ നമ്മൾ ആദ്യം കപ്പ് കേക്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് പൊങ്ങി വരുമ്പോൾ മുകളിലേക്ക് വരും. 1/4 ഭാഗം വരെ കപ്പ് കേക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് 4 ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി 4 മോൾഡിലും വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ 1 kgയുടെ ബാറ്റർ എത്രയായിരിക്കും ഉണ്ടാവുകയെന്ന്. പിന്നെ അതാ 6 ഇഞ്ചിൻ്റെ 2 മോൾഡിലേക്കും അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കി കുറച്ചേ ഉള്ളത് നമുക്ക് 5 ഇഞ്ചിൻ്റെ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ 5 ഇഞ്ചിൻ്റെ മോൾഡിലേക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓവനിലും അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇറക്കി വെച്ചിട്ടും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടും അങ്ങനെ എല്ലാത്തിലും കൂടെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. എൻ്റെ അടുത്ത് OTG ഓവനല്ല, മൈക്രോവേവ് കൺവെൻഷൻ ഓവനാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവനിൽ 2-3 കേക്കൊന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, ഒറ്റ കേക്ക് ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓവനിലാണ് കേട്ടോ ഞാൻ കപ്പ് കേക്കും അതുപോലെ ഈ ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡിലുള്ള കേക്കും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ കപ്പ് കേക്ക് ആദ്യം ബേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡിലുള്ളതും ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒന്ന് എക്സ്ട്രാ ഒന്നുകൂടെ മോള് പറഞ്ഞപ്പോൾ അവൾക്കും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ലാസ്റ്റ് നിങ്ങളെ കണ്ടത്. പിന്നെ ഇതുപോലെ 3 പാത്രത്തിലാക്കിയിട്ട് ഇറക്കി വെച്ചിട്ടാണ് ബാക്കി 3 മോൾഡിലുള്ളതും ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. 3ഉം സ്റ്റൗവിൽ വെച്ചിട്ട് ഒരേ ടൈമിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷുഗർ അതിലേക്ക് വേണ്ടിയിട്ടില്ല, അത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്കായി കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഷുഗർ സിറപ്പും തണുത്ത് വന്നോളും. പിന്നെ ഉണ്ടോ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡ് നമ്മൾ സ്റ്റോവ് കത്തിച്ച സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നത് കണ്ട് പോയി നോക്കുമ്പോഴാണ് അത് ഹൈ ഫ്ലെയിമിൽ ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ അത് കരിഞ്ഞു പോയി, മുകൾ ഭാഗവും സൈഡ് ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോയി. ഉൾഭാഗത്തൊന്നും കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല, എന്നാലും അത് നമുക്ക് എടുക്കുന്ന അത്ര ശരിയല്ലല്ലോ. കട്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷേ ഞാനത് എടുത്തില്ല. അത് ഞങ്ങൾ കുട്ടികളൊക്കെ കഴിക്കാനോ അതിൻ്റെ ഉൾഭാഗമൊക്കെ എടുത്തിട്ട് കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു. എന്നിട്ട് ഒരു 1/2 kgയുടെ ഒരു കേക്ക് വീണ്ടും ഉണ്ടാക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാ ബാറ്ററും ഒരുമിച്ച് ഉണ്ടാക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ഒരു പണിയായി പോയി. വീണ്ടും ഒരു 1/2 കിലോയുടെ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്ക്. അപ്പോൾ എല്ലാ കേക്കും ഇവിടെ ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്, ലെയറാക്കി എടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ലെയറാക്കിയിട്ട് എടുക്കാം. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള 2 കേക്ക് ഉണ്ടല്ലോ, ആ 2 കേക്കും ഞാൻ ലെയറാക്കി. അപ്പോൾ അതിലൊരു കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാനും മറ്റേത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാനുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലി 6 ലെയറാണ് 5 ലെയറാണ് മുകളിലെ കേക്ക് നമുക്ക് കിട്ടാം. നമ്മൾ അതെല്ലാം ഒന്ന് ലെയറാക്കി എടുക്കാം. പിന്നെ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരമായിട്ടോ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ ലെയറാക്കി വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ചൂടാറണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നേരത്തെ തന്നെ സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ചെറിയ കേക്ക് ഉണ്ടല്ലോ മുകളിൽ വെക്കുന്നത്, ആ ഒരു കേക്കാണ് ആദ്യം ഐസിങ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഐസിങ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും താഴത്തെ ആ ഒരു ലെയർ തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് വെക്കാറ്. അപ്പോൾ അതാകുമ്പോൾ അടിഭാഗം കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്ത് വെക്കുന്ന സമയത്തൊന്നും അത് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റിയ ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏത് ഫ്ലേവറാണെന്നും കറക്റ്റ് അവർ പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാമെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഏത് ഫ്ലേവറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ മറ്റേ ടോഫി ഉണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ആ ടോഫിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആ ലെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. 5 ലെയറും ചെയ്ത ശേഷം ഞാൻ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കേക്ക് ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രോസ്റ്റിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമായിട്ട് ഞാൻ ടയറാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ അന്ന് തന്നെ ഞാൻ ടയറാക്കി വെക്കുന്നില്ല. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. സെയിം പ്രോസസ്സ് മറ്റേ കേക്കിന് ചെയ്ത് അതേപോലെ ചെയ്യുക. അതും ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് ഫ്ലവറൊക്കെ കൊണ്ടുവന്നു. ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഫ്ലവറൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ റോസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റോസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസമല്ലേ വെക്കുക. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ പുതിയ ചാനലായ റിമാമി ബേക്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ സമയം കിട്ടിയ ഇന്ന് തന്നെ അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ പോയിട്ട് കണ്ടു നോക്കുക അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ താഴെ വെക്കുന്ന കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന മാക്സിമം നല്ല നീറ്റിൽ ക്ലീൻ ആക്കി എടുക്കുക. സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മുകൾ ഭാഗം നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ബാക്കിയുള്ള ക്രീം ഞാൻ കുറച്ച് വൈറ്റ് ക്രീം അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡെക്കറേഷനൊക്കെ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ക്രീമിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിസ്ത കളറിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു കേക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിസ്ത ഫ്ലേവറിലാണ് ഫ്ലേവറല്ല പിസ്തയുടെ കളറിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 ഡ്രോപ്പൊക്കെ ചേർത്താൽ തന്നെ നല്ല ഇതുപോലത്തെ കളർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് മുകളിലെ കേക്ക് ചെയ്യാം. താഴെ വൈറ്റും മുകളിലെ ഈ ഒരു കളറിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കപ്പ് കേക്കൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ കപ്പ് കേക്കിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ റോസ് വരയ്ക്കാണ്ട് ചെയ്യുന്നത്. ഫ്ലവർ നെയിൽ വെച്ചിട്ട് റോസ് വരച്ചിട്ട് അതിന് മുകളിൽ കൊണ്ടുപോയി വെക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വൈറ്റ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വൈറ്റ് ക്രീമും അതുപോലെ ഗ്രീൻ ക്രീമും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നത്. അപ്പോൾ 2 ഷെയ്ഡിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ട് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ എല്ലാ കപ്പ് കേക്കും ഇതുപോലെ റോസ് ഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഷുഗർ ബോൾസ്, കുഞ്ഞ് ഷുഗർ ബോൾസ് അതിൻ്റെ സെൻറ്ററിലും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഒന്നുകൂടെ മൊഞ്ചുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 5 ഇഞ്ചിൻ്റെ മുകളിൽ ആക്കിയെടുത്തിരുന്ന ആ കേക്ക് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊടിക്കാറ് ഒന്നുകൂടെ ബെറ്റർ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അതാ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഗനാഷ്, ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന്. ഓവറായി ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ലൂസ് ഇല്ലാണ്ട് ഇരിക്കുകയും ചെയ്യരുത്. രണ്ടായാലും പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് മീഡിയം ഏത് രീതിയിലാണോ നമുക്ക് കംഫർട്ട് ഉരുളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കംഫർട്ട് ആ രീതിയിലാക്കി എടുക്കുക. മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നല്ല റൗണ്ട് രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം കേക്ക് പോപ്സിന് വേണ്ടിയിട്ടുള്ള പോപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കേക്ക് പോപ്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ താഴെ തന്നെ, ഫ്രീസറിലൊന്നുമില്ല താഴെ തന്നെ ഞാനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. തണുത്ത ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അത് സ്റ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്ക് കേക്ക് പോപ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കി എടുക്കാം. അപ്പോൾ 4 എണ്ണം ആണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് 4 എണ്ണം കറക്റ്റാണ്. അപ്പോൾ 4 എണ്ണത്തിൽ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. കേക്ക് സിക്കളിൻ്റെ സ്റ്റിക്ക് കൂടെ അതിൻ്റെ ഉള്ളിലൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. തണുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ഇറക്കി അതിൻ്റെ ഉള്ളിലൂടെയുള്ള ചെറിയ ഹോളിലൂടെ അതും ഇറക്കി വെക്കുകയാണ്. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റാക്കിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് തലേന്ന് തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം കേട്ടോ ആക്കിയെടുക്കുന്നത്. അതിനൊന്നും കുഴപ്പമില്ല, ഫ്രീസറിൽ വെക്കാതിരുന്നാൽ മതി. പിന്നെ അതിന് ശേഷം ഉണ്ടായ പാത്രങ്ങളാണ് കേട്ടോ ഇത്. ഇപ്പോൾ രാത്രി ഒരുപാട് നേരം ഞാൻ ലേറ്റായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ രാത്രി 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമായിട്ട് ചെയ്യണത്. കേക്കിൻ്റെ മറ്റ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് അതൊന്ന് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ കേക്ക് സിക്കിളായാലും കേക്ക് പോപ്സ് ആയാലും അതിലൊക്കെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നതൊക്കെ പിറ്റേ ദിവസം രാവിലെ വേഗം എണീറ്റിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കാണ്.
പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കിടന്നു കേട്ടോ. അതിന് ശേഷം രാവിലെ നേരത്തെ എണീറ്റായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റിൽ കേക്സിക്കിളും പപ്സൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. 100 ഗ്രാം മുഴുവൻ വേണ്ടി വരില്ല, ഒരു 90 ഗ്രാമൊക്കെ മതിയാവും. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഞാൻ ഓവനിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഞാൻ മൈക്രോവേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 30 സെക്കൻഡ് വെച്ചു. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 30 സെക്കൻഡ് വെച്ചു. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മോള് വന്നിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് കണ്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടാൽ വരും. അപ്പോൾ ചോക്ലേറ്റ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് അവൾക്ക് കൊടുത്തു. അതിനുശേഷം മൈക്രോവേവ് ചെയ്തിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായി വരും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈ ആയിട്ടുള്ള ബൗളാവുക, ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. വെള്ളം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ മെൽട്ടാക്കുന്നത് നല്ല രീതിയിൽ മെൽട്ടാക്കി എടുക്കാൻ പറ്റില്ല, അത് കട്ടിയായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് എടുക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളർ വേണം. അപ്പോൾ ആദ്യം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രം 1-2 ടീസ്പൂൺ മാത്രം മാറ്റി വെച്ചാൽ മതി. മറ്റതിലേക്ക് ഗ്രീൻ കളറ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ചേർത്താൽ തന്നെ നല്ല കളർ കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. 1-2 ചേർക്കാം. അപ്പോൾ ഒന്ന് ചേർക്കുമ്പോൾ ലൈറ്റ് കളറിലാണ് കിട്ടുക. പിന്നെ ഞാൻ ഒരു ഡ്രോപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, വിട്ടുപോയതാണ്. എന്നിട്ട് നമ്മുടെ ഈ കേക്ക് പോപ്സ് ഉണ്ടല്ലോ, കേക്ക് സിക്കിൾ ഉണ്ടല്ലോ, അത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇത് ചെയ്തെടുത്തപ്പോൾ എല്ലാവർക്കും ചിലർക്ക് തണുപ്പ് കൂടിപ്പോയാൽ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഈ ചോക്ലേറ്റ് പൊട്ടിപ്പോകുമെന്ന് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേയൊക്കെയാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ആക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് സിക്കിൾ 4 അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് പോപ്സും അതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ചോക്ലേറ്റ് സെറ്റാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മെൽറ്റ് ചെയ്തത്, അത് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കട്ടിയായി പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡൻ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ എന്താ പറയുക, ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്ക് പോപ്സിനും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് പോപ്സിനും കേക്ക് സിക്കിളും എല്ലാം അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ കുഞ്ഞിക്കൈകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് അവളുടെ മോള് ഷുഗർ ബോൾസ് ചാടിയതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കേക്ക് സിക്കിളും കേക്ക് പോപ്സും റെഡിയാക്കി എടുത്തിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റാൻ പോവുകയാണ്. അതുപോലെ തന്നെ 2 ടയർ കേക്ക് അല്ലേ പറഞ്ഞിരുന്നത്, അപ്പോൾ അതും ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു, അതും ടയറാക്കി വെക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ, മാക്സിമം ഇന്ന് തന്നെ ചെയ്യാൻ നോക്കും, ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നാളേക്ക് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാക്കാക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്നൊക്കെ നമ്മൾ അടുത്ത മറ്റേ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, മറ്റേ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് കാണാം. ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കേക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റിമാമി ബേക്സിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഫസ്റ്റ് കമൻറ്റായിട്ടും വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്